ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തതാണ്. എന്താ അതിനാ കൊതുകടി കൊണ്ടുപോയിരിക്കണം? അതൊന്ന് കാർത്തിക ദീപല്ലേ, അപ്പൊ വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയില്ല. അമ്മ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിയത്ത് ബാക്കി സെറ്റപ്പിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അമ്മ കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പുറത്ത്. വിളക്ക് ഇതുണ്ട്. പിന്നെതാ വിളക്കുണ്ട് അല്ലേ? നമുക്ക് നിലവിളക്ക് കത്തിക്കാം. ഓക്കെ, അമ്മോ ഗൈസ് ഇപ്പൊ മുട്ടയാണ്, മുടിയൊക്കെ കരിഞ്ഞേനെ. ഞാനുണ്ടല്ലോ, നീ അത് പറയട്ടെ ചോദ്യത്തിന്. അല്ല വിളക്കൊക്കെ അവിടെ കത്തിച്ചെന്താ എന്താ പല്ലിക്കാട്ടോ പോവന്നാണ് അതിന്. എല്ലാരും വിളക്ക് കത്തിക്കുകയാണ്. ഇവിടെ താഴെ അവിടെ താഴെ അപ്പുറത്ത് ഈ കാർത്തിക ദീപം എന്ന് പറഞ്ഞ എന്താ അതിരെ? എന്തിനാ കാർത്തിക ദീപം വെക്കണ? മുരുകന്റെ അമ്മയ്ക്ക് അറിയാമോ എന്തിനാ കാർത്തിക ദീപം വെക്കണ? കാർത്തിക ദീപം വെക്കണത് നമ്മള് മുരുകന്റെ കഥ കണ്ടിട്ടില്ലേ? മുരുകൻ 6 കാർത്തിക പെണ്ണുകൾ വന്നിട്ട് 6 ദീപങ്ങളാവും ആദ്യം. എന്നിട്ടാണ് 6 ദീപങ്ങളും 6 പെണ്ണുങ്ങളാവും. എന്നിട്ട് മുരുകനെ എടുത്ത് വളർത്തുന്നതാണ്. അതാണ് അന്നത്തെ ദിവസമാണ് കാർത്തിക ദീപം എന്ന് പറഞ്ഞ് നമ്മള് ദീപം വെക്കണ ദിവസം. അത് കാർത്തിക പെണ്ണുങ്ങള് ദീപമായിട്ട് വന്ന് മുരുകനെ എടുത്ത് വളർത്തണ ഒരു ദിവസമാണ് കാർത്തിക. മുരുകന്റെ കഥ നോക്കിക്കഴിഞ്ഞാ മുരുകന്റെ കഥയില് അപ്പൊ എന്തിനാ ഈ 3 ദിവസം വെക്കണം? 3 ദിവസം നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും ചേർന്നിരിക്കണ വീടല്ലേ. അപ്പോ ഒറ്റ ദിവസം വെച്ചിട്ട് നമ്മളെ നിർത്താൻ പാടില്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് പണ്ടുള്ളവര്. 3 ദിവസം എന്ന് പറയുമ്പോ ഇങ്ങനെ 3 ദിവസവും വീട്ടില് ദീപങ്ങള് പറഞ്ഞു. പൂർണ്ണചന്ദ്രന്നല്ലേ പറയാതിരേ അല്ലേ? പൗർണമി അല്ലേ? ഒരാള് ചന്ദ്രനെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ചന്ദ്രന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. കിട്ടിയ നിഷ? ഒന്ന് നോക്ക്, കിട്ടും. അപ്പൊ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. അതിര കഴിഞ്ഞു അല്ലേ? അമ്മ നല്ല ജിഗാന്നുള്ള നെറ്റ് കിട്ടുന്ന ഉപ്പുണ്ട് ഒന്ന് തിളങ്ങാൻ വേണ്ടിട്ടേ. ഇവിടെ അച്ഛൻ വന്നു. എവിടെ പോണു വണ്ടി കയറി?
മാറിക്കോളെ ഉള്ളിൽ കയറാന് ഇപ്പൊ എന്റെ മോന് വിളക്ക് കത്തിച്ച അപ്പൊ പ്രാർത്ഥിക്കണം എന്നുള്ള അവസ്ഥ കേട്ടോ. എവിടെ വിളക്ക് കത്തിച്ചാലും പ്രാർത്ഥിക്കുന്നത്. നിഷേനെ നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈവനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. കാർത്തിക ദീപമൊക്കെ കെട്ട് വന്നു, എല്ലാം അണഞ്ഞിട്ടുണ്ട്. ഇനി 1-2 അണയാനുള്ളൂ. നിലവിളക്ക് കെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എടുത്തു വെക്കാം. എടുക്കട്ടെ അമ്മ? എടുത്തു. പുറത്തുണ്ട് വിളക്ക്. അപ്പൊ കഴിഞ്ഞു. ഇന്നത്തോടുകൂടി കാർത്തിക ദീപം 3ാമത്തെ ദിവസമാണിത്. ഇതോടുകൂടി ഞങ്ങള് 3ാമത്തെ ദിവസം ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ ഇവരൊക്കെ പുറത്തു പോയിരുന്നു, ആതിരയൊക്കെ. കാരണം പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല. 3ാമത്തെ ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മെയിനായിട്ട് കാർത്തിക ദീപം കൊല്ലം വെക്കാറുണ്ട്. പക്ഷെ ഈ കൊല്ലം എനിക്ക് സ്പെഷ്യലാണ്. അത് എന്താന്ന് വെച്ചാൽ മരുമകള്, പിന്നെ പേരക്കുട്ടി, ഇവരൊക്കെ എനിക്ക് ഈ കൊല്ലം സ്പെഷ്യലാണ്. ഇത്രയും ഇതിന്റെ മുമ്പൊക്കെ ഞങ്ങള് 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലം മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡെലിവറി ആവശ്യത്തിനായിട്ട് എന്റെ നാട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഈ സമയത്ത് ഇവിടെ ഇല്ല അല്ലേ. ഈ കൊല്ലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊല്ലം 2 ആള് ഞങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ ആയിട്ട്. അതിന് മുരുകന് വലിയൊരു നന്ദി. അതുപോലെയാണ് എൻ്റെ കാർത്തിക ദീപം. അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞും മുരുകൻകുട്ടി തന്നെയാട്ടോ. ഞങ്ങളുടെ മോനും പൂയന്നാളുകാരനാണ്. അതിലും ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമുക്ക് രാത്രിയിലത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുക, കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. നാളെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കിടക്കണം. എന്നാലേ നാളെ രാവിലത്തേക്ക് നമുക്ക് നേരത്തെ എണീറ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.